ബ്ലൂവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ SIയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെയൊക്കെ മെയിൻ എക്സാം വരികയാണ്. അപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. NDPS ആക്ട് വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത് വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണ്. വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണ് NDPS ആക്ട് 31A ചുമത്താൻ സാധ്യതയുള്ളത്. അടുത്തത് BNSS സെക്ഷൻ 63 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? BNSS സെക്ഷൻ 63 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? സമൻസിൻ്റെ രൂപത്തെക്കുറിച്ചാണ്. സമൻസിൻ്റെ രൂപത്തെക്കുറിച്ചാണ് BNSS സെക്ഷൻ 63 പ്രതിപാദിച്ചിരിക്കുന്നത്. സമൻസിൻ്റെ രൂപത്തെക്കുറിച്ചാണ്. കുറ്റസമ്മതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BSA വകുപ്പ് ഏതാണ്? കുറ്റസമ്മതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BSA വകുപ്പ് ഏതാണ്? വകുപ്പ് 22 ആണ്. വകുപ്പ് 22 ആണ് കുറ്റസമ്മതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അടുത്തത് സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദങ്ങൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തെക്കുറിച്ചുള്ള അവകാശം അനുച്ഛേദങ്ങൾ 14 മുതൽ 18 വരെയാണ്. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ 3 വർഷം തടവാണ്. 3 വർഷം തടവാണ്. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ഉള്ള പരമാവധി ശിക്ഷ ഏതാണ്? 3 വർഷം തടവാണ്. 3 വർഷം തടവാണ് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ ഉള്ള പരമാവധി ശിക്ഷ. അടുത്തത് വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 13 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 13 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? പൊതുവിവര ഓഫീസർ അത് പൊതു താൽപ്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 13 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 13 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? പൊതുവിവര ഓഫീസർ അത് പൊതു താൽപ്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താലാണ്. പൊതുവിവര ഓഫീസർ അത് പൊതു താൽപ്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയ്ക്കെതിരായ സംരക്ഷണം ആർട്ടിക്കിൾ 20 ആണ്. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയ്ക്കെതിരായ സംരക്ഷണം ആർട്ടിക്കിൾ 20 ആണ്. അടുത്തത് BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങൾ സെക്ഷൻ 36 ആണ്. സെക്ഷൻ 36 BNSS പ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഏതാണ്? സെക്ഷൻ 36 ആണ്. ഓക്കെ, അടുത്തത് IT ആക്ട് 2067B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. IT ആക്ട് 2067B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. ഓക്കെ, അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം തരുന്ന ആർട്ടിക്കിൾ 22 ആണ്. അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം തരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം തരുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം ഏതാണ്? 2024. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം 2024 ആണ്. ഓക്കെ, സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ചീഫ് ക്രോസ് റീ ആണ് സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം. അതിനു മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ദയവ് ഇതൊന്ന് പറയുക. ഇപ്പം ഞാൻ പറഞ്ഞു പോവുകയാണ്. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ഏതാണ്? ചീഫ് ക്രോസ് റീ ആണ്. BNS പ്രകാരം ട്രൈഫൽസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിസ്സാരമായി ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികളാണ്. BNS പ്രകാരം ട്രൈഫൽസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിസ്സാരമായി ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികളാണ്.
അടുത്തത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അനുച്ഛേദം 22 അനുച്ഛേദം 22 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന BNSS സെക്ഷൻ ഏതാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന BNSS സെക്ഷൻ ഏതാണ്? വകുപ്പ് 53 വകുപ്പ് 53 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന BNSS സെക്ഷൻ. അടുത്തത് വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം ഏതാണ് നുഴഞ്ഞു കയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരുകൽ. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരുകലാണ് പോക്സോ നിയമപ്രകാരം നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്. അടുത്തത് കേരള പോലീസ് ആക്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത്. കേരള പോലീസ് ആക്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് സെക്ഷൻ 29 സെക്ഷൻ 29. അടുത്തത് ക്രമസമാധാനം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ക്രമസമാധാനം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സംസ്ഥാന ലിസ്റ്റിലാണ് ക്രമസമാധാനം ഉൾപ്പെടുന്നത്. ഇനി കേരള പോലീസ് ആക്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് സെക്ഷൻ 29. ഓക്കെ. അടുത്തത് NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. അപ്പം NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ച നിയമപരമായി എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. അടുത്തത് BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ്. നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ് BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. അപ്പോൾ BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ്? നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ്. നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ് BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ്? നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റത്തിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റത്തിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് IT ആക്ട് 66F ചുമത്തുന്നത്. ഓക്കെ. അടുത്തത് BNSS പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടാതെയും വാറന്റ് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? BNSS പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടാതെയും വാറന്റ് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 35(1). BNSS പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിൽ നിന്ന് ഉത്തരവ് കൂടാതെയും വാറന്റ് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ. കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ്. ജില്ലാ പോലീസ് മേധാവിയാണ് കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയാണ്.
അടുത്തത് BNS വകുപ്പ് 168, 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നതാണ്. BNSS വകുപ്പുകൾ 168, 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നതാണ്. BNSS പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിക്കേണ്ടതാണ്. BNSS പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിക്കേണ്ടതാണ്. ഇതാണ് സെക്ഷൻ 36(9) 36(9) BNSS പ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയും വിധം ഒരു കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിക്കേണ്ടതാണ്. അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയ പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് സെക്ഷൻ 2 ഭാരതീയ സാക്ഷ്യ അധിനിയ പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് സെക്ഷൻ 2 അടുത്തത് കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ 3 വർഷം തടവാണ്. 3 വർഷം തടവാണ് കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ. അടുത്തത് BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് കോടതിക്കാണ് BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത്. ആർക്കാണ്? കോടതിക്കാണ് BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് കോടതിക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെങ്കിൽ ദയവായി ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏതു വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? വകുപ്പ് 8 ക്ലോസ് 1I ആണ്. വകുപ്പ് 8 ക്ലോസ് 1I ആണ്. ഏതൊരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അളവ് ന്യായീകരിക്കാൻ സാധ്യത? വകുപ്പ് 8 ക്ലോസ് 1I ആണ്. ഓക്കെ, അടുത്ത BSA സെക്ഷൻ 2D എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? BSA സെക്ഷൻ 2D എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? രേഖയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് BSA സെക്ഷൻ 2D. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലാത്ത ഒരാൾക്ക് വാറന്റ് നടപ്പിലാക്കുന്നതിന് സഹായിക്കാവുന്നതാണ്. BNSS ഏതു വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 32 വകുപ്പ് 32 ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലാത്ത ഒരാൾക്ക് വാറന്റ് നടപ്പിലാക്കുന്നതിന് സഹായിക്കാവുന്നതാണ്. BNSS ഏതു വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 32 അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് BNS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഉടൻ തന്നെയാണ്. BNS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഉടൻ തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര ഭാഗങ്ങളുണ്ട്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളാണ് ഉള്ളത്. BNSS പ്രകാരം ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷൻ 35 BNS പ്രകാരം ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷനാണ് സെക്ഷൻ 35. മജിസ്ട്രേറ്റുമാരെയും പോലീസിനെയും സഹായിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSS അധ്യായം 4 മജിസ്ട്രേറ്റുമാരെയും പോലീസിനെയും സഹായിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം BNSS അധ്യായം ഏതാണ്? അധ്യായം 4 അധ്യായം 4
പ്രതിപാദിക്കുന്ന BNSS അധ്യായം. BNSS പ്രകാരം ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിനു മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള വ്യക്തിയെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷൻ ഏതാണ്? BNSS പ്രകാരം ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിനു മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെയുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 35(7) BNSS പ്രകാരം ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിനു മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷനാണ് സെക്ഷൻ 35(7). സെക്ഷൻ 35(7) BNSS പ്രകാരം ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിനു മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സെക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെങ്കിൽ ദയവ് ചെയ്ത് പറയുക.